അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ കൊതുകിൻ്റെ പൂത്താടി കളിച്ചെറിയാൻ ആദ്യം നമ്മളൊരു പഴയ ബക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ പുതിയ ബക്കറ്റ് എടുത്താലേ പ്രശ്നം വിചാരിച്ച് നമ്മൾ കൊതുകിനെ ആകർഷിക്കാനുള്ള സാധ്യത കുറയാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ബക്കറ്റിൻ്റെ ഒരു ഭാഗം വെള്ളം എടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിൽ ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ഈസ്റ്റാട്ടോ. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒരു പേപ്പറിട്ട് ചെറിയ സെറ്റപ്പൊക്കെ ആക്കിയാണ്ട് നമ്മൾ അതിലേക്ക് ആക്കുകയാണ്. അപ്പോൾ നമ്മളാകെ കുറച്ച് കിട്ടാൻ മതി ഈസ്റ്റിൻ്റെ കുറച്ച് ആവശ്യമുള്ളൂ. ഇത് കിട്ടണം എന്താ വിചാരിച്ചാൽ നമ്മളെ കൊതുകിനെ ആകർഷിക്കാനുള്ള സ്മെല്ലും കളറൊക്കെ കൂടും, അതിന് വേണ്ടിയാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ആഡ് ചെയ്യണത് നമ്മളെ പുണ്ണാക്കാട്ടെ. നമ്മളെ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന പുണ്ണാക്ക. ഈ പുണ്ണാക്കി നമ്മൾ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതേപോലെ തന്നെ ആ പേപ്പറിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇത് നമ്മൾ ഇതൊക്കെ ശരിക്ക് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് കുറച്ച് ഒരു കാൽഭാഗം നമ്മളിത് നിറച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു കാൽഭാഗം മതി, നമുക്ക് അധികമൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ ഇതൊരു പൈപ്പിൽ വെള്ളം നിറക്കുന്നുണ്ട്. ഇതൊരു 3/4 ഭാഗം വെള്ളം നമ്മൾ നിറച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ മൂടി അടച്ച് നമ്മൾ നല്ല രീതിക്ക് ഷെയ്ക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും ഷെയ്ക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മളിതിൻ്റെ തെളി മാത്രം എടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു നെറ്റ് വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ്. ഇതായിട്ട് നമ്മൾ നെറ്റിലേക്ക് ഒഴിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ വേസ്റ്റ് കുറേ വന്നാൽ അതിൽ കുറേ പുഴുക്കൾ വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ തെളി മാത്രം ഒന്ന് ശരിക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് ശേഷം ഇത് നല്ല രീതിക്കൊന്നൊരു കോല് വെച്ച് മിക്സാക്കി കൊടുക്കണം. നല്ല രീതിക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിത് എൻ്റെ വീടിൻ്റെ ഒരു മുക്കിലായിട്ട് കൊണ്ടുവയ്ക്കുകയാണ്. ഇത് എൻ്റെ വീട്ടിലൊരു ഫാമാണ്, കോഴി ഫാം. ഇതിൻ്റെ മുക്കിലായിട്ട് നമ്മൾ വെക്കുക. കൂടുതൽ കൊതുകൊക്കെ ഉള്ള സ്ഥലത്തും കാട് പിടിച്ച സ്ഥലത്തൊക്കെയാണ് നമ്മളിത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതൊരു 24 മണിക്കൂർ ഇങ്ങനെ വെക്കണം. 24 മണിക്കൂറിന് ശേഷം വന്ന് നോക്കുമ്പോൾ നമുക്കിതിൽ നോക്കാം ഒരു കറുത്ത ഡോട്ട് പോലെ ഒരു നീണ്ട് നിൽക്കുന്നുണ്ട്, ഒരു ഓവൽ ഷേപ്പിൽ. ഇതാണ് നമ്മളെ കൊതുകിൻ്റെ മുട്ട. ഇത് ഞാൻ കുറേ ദിവസമായി ഇവിടെ വെച്ചിട്ട്, അതുകൊണ്ട് കൊതുകുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും ഈ ബക്കറ്റ്. അതുകൊണ്ടാണ് ഇത്ര അധികം മുട്ട. നമ്മൾ ആദ്യമായിട്ട് വെക്കുമ്പോൾ 1-2 ഒക്കെ ഉള്ളു വരിക. പിന്നെ ഒരു 4-5 ദിവസം തുടർച്ചയായി വെക്കുമ്പോൾ നമുക്ക് കൂടി വരണേ നമുക്ക് ശരിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള മുട്ടയൊക്കെ നമ്മളൊരു ചെറിയ ടിന്നിലേക്ക് എടുത്ത് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി അതിൻ്റെ ഷേപ്പൊക്കെ ശരിക്കും കാണാൻ പറ്റും. ഞാനിത് സൈഡ് കൂടെയൊക്കെ കുറേ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കളക്ട് ചെയ്യണേനെ ആ ഡബ്ബിൽ കാണാൻ പറ്റണത്. അത്യാവശ്യത്തിന് കുറേ ഞാൻ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ സമൂഹത്തിന് ഹാംഫുള്ളാവാത്ത രീതിയിൽ നമ്മൾ ഇത് കളക്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മളൊരു മുകളിൽ സേഫായ സ്ഥലത്ത് വെക്കണം, ചളക്കൊന്നും കിട്ടാത്ത. അപ്പോൾ നമുക്ക് ഒരു 2 ദിവസത്തിന് ശേഷം അതിൻ്റെ റിസൾട്ട് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ ലാർവൊക്കെ വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ച് വിരിയാണ്ട്. അപ്പോൾ ഇതാക്കണു നമ്മളെ ലാർവ കണ്ടില്ലേ, കുറേ വിരിഞ്ഞിട്ടുണ്ട്. ആ ചെറിയ ഡോട്ട് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് നമ്മളെ കൊതുകിൻ്റെ ലാർവ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിട്ട ഫസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ അവർ ഇനിയും നല്ലോണം വലുതാവാണ്ട്. അപ്പോൾ ഈ കൊതുകിൻ്റെ ലാർവയെ നമ്മൾ ഇനി ഒരു വലിയ ബക്കറ്റിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ഇതിൽ വെച്ച ഐറ്റങ്ങൾക്ക് ശരിക്കുള്ള ഗ്രോത്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തിനും മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും വിരിഞ്ഞതിന് ശേഷമെല്ലാം നിങ്ങൾ ഈ കാണുന്നത്. കുറച്ച് വലുത് അറിയണത് ഒരു ദിവസം മുമ്പ് വിരിഞ്ഞതാണ്, മറ്റൊക്കെ പിറ്റേ ദിവസം വിരിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഏറ്റവും കുറച്ച് വലുതാവണത്. അപ്പോൾ ഞാൻ ഈ കൂത്താടികൾ വലുതാവാൻ വേണ്ടി ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ സാധാരണ ഫിഷ് ഫുഡ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളെ ഷ്രിംപ് പൗഡറാണ്, ചെമ്മീൻ തീറ്റൊക്കെ പറയും. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ്ട് ഇത് അടിപൊളിയായി, കൂത്താടികൾക്കൊക്കെ അടിപൊളിയായ ഫുഡാണ്. നല്ല രീതിയിൽ വളരാൻ ഇതിട്ട് ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും ആ കൂത്താടികൾ എൻജോയ് ചെയ്ത് കഴിക്കണതാണ്. ഇറ്റങ്ങൾ ഓവറായി കൊടുക്കാൻ പറ്റില്ല. ഓവറായി കൊടുത്താൽ ഇൻറ്റീരിയറായി കേട് വരും ഫിഷിന്. അപ്പോൾ ഇതിറ്റങ്ങൾക്ക് പല രോഗങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് അക്കൂരത്തിലിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയും അധികമാണ് നമ്മൾ വലുതായിട്ട് കിട്ടിയത്. അപ്പോൾ ഇത്രയും അധികം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത്. 1-2 ഫിഷ് ഉള്ളവർക്ക് ഇത്രക്കൊന്നും കളക്ട് ചെയ്യാണ്ട് 2 മുട്ടയൊക്കെ വെച്ചാണ്ട് ഇതാക്കിയാൽ മതി. അല്ലെങ്കിൽ ഇത്
വലുതായാണ്ട് ഇത് നമ്മളെ തന്നെ വന്ന് കുത്തും. അപ്പോൾ പല രോഗങ്ങൾ, ഡെങ്കി, മലേറിയ അങ്ങനത്തെ പോലെ രോഗങ്ങൾ വരും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഫുഡ് നമുക്ക് ബേറ്റ ഫിഷിനും ഏഞ്ചൽ ഫിഷിനും ഗപ്പികൾക്കും അങ്ങനെ പല രീതികളിൽ മീൻകൾക്കും ഇത് കൊടുക്കുക. അത് ഞാൻ ബേറ്റ കൊടുക്കണേ ഞാൻ എൻ്റെ ഫിഷിനെ കണ്ടീഷൻ ചെയ്യാനും പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഗ്രോത്ത് വരും അതിന്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുവരെയും കണ്ട പ്രേക്ഷകർക്ക് താങ്ക്സ്.